ഹായ് ഹലോ. നമ്മൾ ചെന്നൈയിലോട്ട് പോവാണ് കേട്ടോ. ചെന്നൈയിൽ പോയിട്ട് നമുക്ക് ചെറിയ ചെറിയ ഓരോ ആവശ്യങ്ങളുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്ന് അറിയുന്നത്. അപ്പോൾ വേഗം എസ്കലേറ്ററിൽ കയറി 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തുമ്പോഴത്തേക്ക് ട്രെയിൻ എത്തിയിട്ടോ. അങ്ങനെ നമ്മളെ സീറ്റൊക്കെ കൺഫേം ചെയ്ത് കയറിയിരുന്നു. S9-ലായിരുന്നു നമുക്ക് സീറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വേഗം കയറിയിരുന്നു. RAC ആയിരുന്നു ടിക്കറ്റ്. പിന്നെ കുറച്ച് കഴിഞ്ഞേരെ അവർ കൺഫേം ആയി എന്ന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് 2 സീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ ഇവിടെ കയറി കടന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം തന്നെ ഉറങ്ങാനൊന്നും അങ്ങനെ ഉറക്കമൊന്നും വരില്ല ട്രെയിനിൽ കയറി കടന്നു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് നേരം ഒന്ന് കിടന്നപ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ 3 മണിയായി. അപ്പോൾ നമ്മൾ സേലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേലം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് പുറത്തേക്ക് വന്ന് സേലത്തിൻ്റെ അവിടെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെയൊക്കെ നമ്മൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് നിന്ന് അങ്ങനെ പിന്നെയും പോയി കിടന്നു. പിന്നെ കുറച്ച് ഒരു 8 മണിയുടെ അടുത്തൊക്കെ നമ്മൾ ഇവിടെ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിന് ശേഷം നമ്മൾ വേഗം അവിടെ തന്നെ കുളിച്ച് ഫ്രഷ് ആവാനുള്ള എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല റെസ്റ്റ് റൂമും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ വേഗം റെസ്റ്റ് റൂമിലേക്ക് പോയി. നമ്മളിതിന് മുമ്പ് വന്നതുകൊണ്ട് നമുക്ക് അറിയാം എവിടെയും സ്ഥലങ്ങളൊക്കെ എന്നുള്ളത്. അങ്ങനെ നമ്മൾ വേഗം നേരിട്ട് റെസ്റ്റ് റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി. അവിടെ നിന്ന് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടെ പോയി നല്ലൊരു കോഫി കുടിച്ച്. നമ്മളെപ്പോൾ പോയാലും അവിടെ പോയിട്ട് കോഫി കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റി കോഫിയാണ് അവിടുത്തത്. അങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ ജെയിൻ ടെമ്പിൾ കാണാൻ വേണ്ടി പോയി. അത് അവിടെ റെയിൽവേ സ്റ്റേഷന് കുറച്ച് അടുത്തായിട്ടാണ് കേട്ടോ ജെയിൻ ടെമ്പിൾ. അപ്പോൾ അതൊരു മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ജെയിൻ ടെമ്പിൾ കണ്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഫോട്ടോ വീഡിയോ ഒന്നും അലൗഡ് അല്ല കേട്ടോ. ഭയങ്കര എന്താണ് നല്ല കാം ആൻഡ് ക്വയറ്റാണ്. അപ്പം അവിടേക്ക് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാൻ സമ്മതിക്കൊന്നുമില്ല. അങ്ങനെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്ന് അതിന് ശേഷം അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ ടൗണിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നുള്ളതിൽ പോവുകയാണ്. അങ്ങനെ ചെന്നൈയിലേക്ക് നമ്മൾ ഇവിടെ പോണ്ടി ബസാർ പോയി. അത് കഴിഞ്ഞാൽ ടി നഗർ പോയി. ടി നഗറിൽ നിന്ന് ഞങ്ങൾ കുറേ പർച്ചേസൊക്കെ ചെയ്തപ്പോൾ കുറച്ച് ലഗേജൊക്കെ അധികമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അവിടേക്ക് പോയിട്ട് അവിടുന്ന് നമുക്ക് ഈ ഇലക്ട്രിക് ട്രെയിൻ കിട്ടും. അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇലക്ട്രിക് ട്രെയിൻ. എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണം. ഇലക്ട്രിക് ട്രെയിനിൽ 5 രൂപ 10 രൂപ അങ്ങനെ എന്തോ കൊടുത്താൽ മതി. നമ്മൾ ചെന്നൈ സെൻട്രലിലേക്ക് എത്തും. ചെന്നൈ സെൻട്രലിൽ നിന്നാണ് നമുക്ക് തിരിച്ച് കാലിക്കറ്റിലേക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമ്മൾ അന്ന് നൈറ്റ് തന്നെ പോകുന്നു കേട്ടോ. അധികം സമയമൊന്നും എടുത്തിട്ടില്ല. നമ്മൾ അന്ന് നൈറ്റ് തന്നെ കോഴിക്കോടേക്കുള്ള ട്രെയിനും കയറി വന്ന്. അപ്പോൾ ചെന്നൈ സെൻട്രലിൽ എത്തിയപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നൈറ്റ് നമുക്ക് ട്രെയിനിൽ കയറി കിടന്നുറങ്ങാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആരിക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ അന്വേഷിച്ച് നടന്ന് അവിടുന്ന് ഒരു സ്പാനിഷ് ഡിലൈറ്റ് വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായതുകൊണ്ട് ഒരൊറ്റ ബൗളാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടെ കഴിച്ചു. അവിടുന്ന് കുറച്ച് ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങി നമ്മൾ ട്രെയിനിൽ കയറി കിടന്നു കേട്ടോ.